ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ല കിടിലൻ ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഹൽവയ്ക്ക് വേണ്ടിയുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായി 1 കപ്പ് ശർക്കര ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര എടുത്താലും മതിയാകും. ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. കഞ്ഞിവെള്ളം എടുക്കുമ്പോഴേക്കും മുകളിലത്തെ തെളിഭാഗം മാറ്റിയിട്ട് അടിഞ്ഞു നിൽക്കുന്ന കട്ടിയുള്ള കഞ്ഞിവെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ അളന്നെടുക്കാൻ അളവ് കപ്പ് വേണമെന്നൊന്നുമില്ല. വീട്ടിലുള്ള ഒരു ഗ്ലാസ് വെച്ചിട്ടായാലും അളന്നെടുത്താൽ മതിയാകും. അരിപ്പൊടിയൊക്കെ കട്ടയില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ്. ഇത് നമ്മൾ അരിപ്പയിലൂടെ അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അരിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ശർക്കരയിലുള്ള ആ മണ്ണും പൊടിയൊക്കെ അങ്ങ് മാറിക്കിട്ടും. ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അരിപ്പൊടിയിലൊക്കെ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നുകൂടി ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തരികളില്ലാതെ അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് തന്നെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് പെട്ടെന്ന് കട്ടിയാകാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി കിട്ടും. പക്ഷേ അരിപ്പൊടിയുടെ റോ ടേസ്റ്റ് ഒന്നും മാറി കിട്ടുകയില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 6 മിനിറ്റ് സമയമായപ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ കട്ടിയായി തുടങ്ങിയപ്പോഴേക്കും ഞാനിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹൽവ ഒന്നുകൂടി ടൈറ്റായി തുടങ്ങിയപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഹൽവ ആയതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എണ്ണയും നെയ്യും ഒന്നും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമില്ലാത്തവർ അല്പം കുറച്ച് ചേർത്താലും മതിയാകും. ഒരു 12 മിനിറ്റ് സമയമായപ്പോഴേക്കും നമ്മുടെ ഹൽവയൊക്കെ ആ പാനിൽ നിന്നും വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഹൽവ നല്ല കറക്റ്റ് സ്റ്റേജിലായിട്ട് പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം എൻ്റെ കുട്ടികൾക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്ത ഒരു ട്രേയിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുകയാണ്.
ഇനി ഒരു സ്പാച്ചിലയോ നെയ്യ് തടവിയോ ഒരു സ്പൂണോ വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു അരമണിക്കൂർ സമയത്തോളം നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഹൽവ ഇവിടെ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണെന്ന്. വെറും 8 ടേബിൾ സ്പൂൺ, അതായത് അര കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ഹൽവ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.